ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ തൃശൂർ DCCയിൽ കൂട്ടത്തല്ലും അതിനെ തുടർന്നുള്ള വിവാദങ്ങളും UDFന് ആകെ നാണക്കേട് വരുത്തിവെച്ചിരുന്നു. DCC ഓഫീസിന് മുന്നിലെ കൂട്ടത്തല്ല് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് അധ്യക്ഷന്റെ രാജിപ്രഖ്യാപനം വന്നതും. DCC അധ്യക്ഷൻ ജോസ് വെല്ലൂർ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആരോപണങ്ങൾ നേരിട്ടിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം DCC ഓഫീസിൽ വെച്ച് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അധ്യക്ഷൻ രാജിവെച്ച് പുറത്തേക്ക് പോയതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന്റെ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചെറിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചുകൊണ്ട് അദ്ദേഹം വെള്ളിയാഴ്ച ഓഫീസിൽ പ്രതിഷേധിച്ചിരുന്നു. മർദ്ദനം ചോദ്യം ചെയ്യാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഓഫീസിൽ ഉണ്ടായിരുന്നവരും തമ്മിൽ കയ്യാങ്കളി നടന്നു. സജീവനെ പിന്നീട് കോഓപ്പറേറ്റീവ് ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്നു. സംഘർഷം 5 മണിക്കൂറുകളോളം ആണ് നീണ്ടുനിന്നത്. K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നിൽ പാർട്ടി നേതാക്കളിൽ ചിലരാണെന്ന ആരോപണം ഫലം വന്ന അന്നു മുതൽ തന്നെ ഉയരുന്നുണ്ട്. ഇതിനെ ചൊല്ലി DCC ഓഫീസിന് മുൻപിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേസമയം പാലക്കാട് MP VK ശ്രീകണ്ഠനിനെ തൃശൂർ DCCയുടെ ചുമതല വഹിക്കും. ജോസ് വെള്ളൂരിനെയും MP വിൻസെന്റിനെയും നീക്കം ചെയ്തതിന് പിന്നാലെയാണ് KPCC ചുമതല ശ്രീകണ്ഠനെ ഏൽപ്പിച്ചത്. താൽക്കാലിക ചുമതല VK ശ്രീകണ്ഠൻ MPക്ക് KPCC പ്രസിഡന്റ് K സുധാകരൻ നൽകിയതായി KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ അറിയിച്ചു. തൃശൂരിൽ K മുരളീധരന്റെ തോൽവി പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ വിള്ളൽ ചെറുതല്ല. പാർട്ടി പ്രവർത്തകരും നേതാക്കളും ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്ന സ്ഥിതിയിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. DCC പ്രസിഡന്റ് ജോസ് വെല്ലൂരിനെയും UDF ചെയർമാൻ MP വിൻസെന്റിനെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും പാർട്ടിക്കേറ്റ പ്രഹരം ഉടനെയൊന്നും പരിഹരിക്കാൻ ആവില്ല എന്ന് ഉറപ്പാണ്. തീരുമാനിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡും അതുപോലെ KPCC നേതാക്കളും ചർച്ച നടത്തിയതിന്റെ ഭാഗമായി എന്നോട് ആവശ്യപ്പെട്ടു. ഞാനിപ്പോൾ KPCC പ്രസിഡന്റ് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ഒന്ന് വിശദമായി സംസാരിക്കാൻ വേണ്ടി വന്നത്. അദ്ദേഹം അടുത്ത ഒരാഴ്ച ഇതുപോലെ നന്ദി പ്രകടനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയിൽ തന്നെ വന്ന് കാണാമെന്ന് തീരുമാനിച്ച് വന്നതാണ്. കാര്യങ്ങൾ ഹ്രസ്വമായിട്ട് ചർച്ച ചെയ്തു. അടുത്ത ദിവസം തന്നെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സീനിയർ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഞാൻ തൃശ്ശൂരിലെ താൽക്കാലിക ചുമതല DCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഉറപ്പായിട്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. മാത്രമല്ല തൃശ്ശൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഒരു ശക്തമായ വേരോട്ടമുള്ള നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. നല്ല ആത്മാർത്ഥതയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരും അവിടെയുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസം ഇന്ന് ഇല്ല. ഞാൻ നാളെ തന്നെ അവിടുത്തെ സീനിയർ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് അടുത്ത ദിവസം തന്നെ പോകുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് 100% പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. ആ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. ഞാൻ ഇന്ന് മിക്കവാറും കാണുന്നത് തിരിച്ചു പോകുന്ന സമയത്ത് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങൾ കൂടി കേട്ടിട്ടായിരിക്കും. തീർച്ചയായും അദ്ദേഹം ഒരു മുതിർന്ന നേതാവല്ലേ, മുൻ KPCC പ്രസിഡന്റാണ്, അദ്ദേഹം അവിടെ മത്സരിച്ചതാണ്. അപ്പോൾ KPCC പ്രസിഡന്റിനെ കണ്ടതോടുകൂടി ഇനി എനിക്ക് ഉച്ചതിരിഞ്ഞ് പോകുന്ന വഴിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടി കാണാൻ ശ്രമിക്കും. പാലക്കാട് MP ശ്രീകണ്ഠനെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് KPCC തൃശൂർ DCCയുടെ ചുമതല ഏൽപ്പിച്ചത്. വരും ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ജില്ലയിലെത്തും. ശ്രീകണ്ഠനും കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. വരാനിരിക്കുന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടിയെ ഒരുമിച്ച് നിർത്തലായിരിക്കും ശ്രീകണ്ഠന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഗ്രൂപ്പുകൾ അതിന് വഴങ്ങുമോ എന്നതും പ്രധാനമാണ്. അതേസമയം തൃശൂരിലെ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ പരാജയത്തിന്റെ എല്ലാ വശവും പരിശോധിച്ച് KPCCക്ക് സമഗ്രമായ റിപ്പോർട്ട് നൽകുന്നതിനു വേണ്ടി രാഷ്ട്രീയകാര്യ സമിതി അംഗമായ KC ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ എന്നിവരടങ്ങിയ 3-അംഗ സമിതിയെ നിയോഗിച്ചു. മാത്രമല്ല DCC സെക്രട്ടറിയായ സജീവൻ കുര്യച്ചെറിയുടെ വീടിന് നേരെ ഇന്നലെ ആക്രമണവും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അപരിചിതരായ 2 പേർ വന്ന് സജീവന് ഇല്ലേ എന്ന് അന്വേഷിച്ചിരുന്നുവെന്നും രാത്രിയോടെ 2 കാറുകളിലായി എത്തിയവരാണ് ആക്രമണം നടത്തിയെന്നുമാണ് വീട്ടിലുള്ളവർ പറഞ്ഞത്. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില്ലുപൊട്ടുന്ന ശബ്ദം കേട്ടാണ് സംഭവം അറിയുന്നത്. സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ ഭീഷണിയും പോർവിളിയും നടത്തിയാണ് സംഘം മടങ്ങിയതെന്നും
സജീവൻ പറഞ്ഞു. ജനൽ ചില്ലുകൾ തകർത്ത അക്രമികൾ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചാണ് മടങ്ങിയത്. രാത്രി 9 മണിയോടെയായിരുന്നു ആക്രമണം. ഉച്ചയ്ക്കും അക്രമികൾ എത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. വീടിന്റെ മുൻവശത്ത് ജനൽ ചില്ല് തകർത്തു, ചെടിച്ചട്ടികൾ വലിച്ചിട്ടു. കെ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി DCCയിൽ തർക്കവും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. സജീവൻ കുരീച്ചിറയും ML ബേബിയെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡും ചെയ്തിരുന്നു. ആരാണ് ഇത് ചെയ്തതെന്ന് അറിയാമെന്നും പരാതി ഇല്ലെന്നുമാണ് സജീവൻ ഇതിനെക്കുറിച്ച് പോലീസിനോട് അറിയിച്ചത്. തൃശൂർ കോൺഗ്രസിലെ ചേരിപ്പോരിന്റെ തുടർച്ചയായാണ് ആക്രമണമെന്നാണ് സംശയിക്കുന്നത്. മുരളീധരന്റെ വിശ്വസ്തനാണ് സജീവൻ. മുരളീധരന്റെ പ്രചാരണത്തിൽ സജീവമായി കൂടിയുണ്ടായിരുന്ന ആളും കൂടിയാണ് അദ്ദേഹം. തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിനായി 40 ദിവസം മുരളീധരനെ അനുഗമിച്ചിരുന്നു. DCC ഓഫീസിൽ കയ്യേറ്റത്തിന് ഇരയായതിന്റെ പേരിൽ സജീവൻ പ്രതിഷേധ സമരവും നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് DCCയിൽ നടന്ന കയ്യാങ്കളിയുടെ പേരിൽ സജീവനെ സസ്പെൻഡ് ചെയ്തത്. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള ജോസ് വള്ളൂരിന്റെ രാജി KPCC അധ്യക്ഷൻ K സുധാകരനും UDF ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള MB വിൻസെന്റിന്റെ രാജി UDF ചെയർമാനായ VD സതീശനും അംഗീകരിച്ചു. പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സജീവൻ കുര്യച്ചിറ, ML ബേബി എന്നിവരെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. DCC പ്രസിഡന്റും ജില്ലാ UDF കൺവീനറും രാജിവെച്ചിട്ട് പോലും തൃശൂർ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നത് UDFന് മറ്റൊരു തലവേദനയായി തുടരുകയാണ്. തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ ഉണ്ടായ കൂട്ടത്തല്ല് പാർട്ടിക്ക് ഏറെ ക്ഷീണമുണ്ടാക്കിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ.